ഇന്നെങ്ങനെയാണോ സ്മാർട്ട് ഫോണിൽ ഐഫോൺ ടോപ്പായി നിൽക്കുന്നത് അതേപോലെ ഒരു കാലത്ത് ടോപ്പായി നിന്നൊരു ബ്രാൻഡാണ് ബ്ലാക്ക്ബെറി. പക്ഷേ ഇപ്പൊ ആ ഒരു ഫോൺ എവിടെയാന്ന് പോലും ആർക്കും അറിയില്ല. വർഷം 1999 ബ്ലാക്ക്ബെറി എന്നുള്ള ഒരു ഫോൺ ബിൽഡ് ചെയ്തത്. അത് 2002 അവർ ലോഞ്ച് ചെയ്തു. ആ ഒരു കീപാഡ് ഫോണിൽ ചെറിയ ചെറിയ അപ്ഡേറ്റ്സുകൾ മാത്രം കൊണ്ടുവന്ന് വലിയ വലിയ സക്സസിലേക്ക് ബ്ലാക്ക്ബെറിയെ കൊണ്ടെത്തിച്ചു. ഈ ഒരു സമയത്താണ് ഐഫോണും ആൻഡ്രോയിഡ്സും അവരവരുടെ ടച്ച് സ്ക്രീൻ മൊബൈൽ ഫോണുകൾ റിലീസ് ചെയ്തത്. ആ ഒരു സമയത്ത് ബ്ലാക്ക്ബെറി ചിന്തിച്ചത് ഇനി എത്ര പുതിയ പുതിയ ഫോണുകൾ ഇറങ്ങിയാലും ബ്ലാക്ക്ബെറി എന്നുള്ള ഒരു കീപാഡ് സെറ്റിനെ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു. കാലം സഞ്ചരിച്ചു. ആപ്പിളും ആൻഡ്രോയിഡ്സും നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി ഒരുപാട് അപ്ഡേറ്റ്സുകൾ അവരുടെ ഫോണിൽ കൊണ്ടുവന്നു. ഇതൊന്നും ചെയ്യാതിരുന്ന ബ്ലാക്ക്ബെറിയുടെ മാർക്കറ്റ് ഇടിഞ്ഞു. അവർക്ക് അവരുടെ കമ്പനി തന്നെ പൂട്ടേണ്ടി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളൊരു ഫീൽഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു ഫീൽഡിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം. ആ ഒരു ഫീൽഡിലെ ഏറ്റവും ടോപ്പ് പൊസിഷനിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ ഡെയിലി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. അല്ലാതെ ആ ഒരു ഫീൽഡിൽ എനിക്കുള്ള നോളജൊക്കെ മതി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ സമയം കടന്നുപോകും, കാലങ്ങൾ സഞ്ചരിക്കും. നിങ്ങളെക്കാളിലും എക്സ്പേർട്ടും എക്സ്പീരിയൻസും ഉള്ള ആളുകൾ വന്നാൽ നിങ്ങളെ പുഷ്പം പോലെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് പുതിയ പുതിയ അറിയാത്ത കാര്യങ്ങളെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഷാജഹാൻ തൊപ്പിനെ എന്ത് പറഞ്ഞു, തൊപ്പി ഷാജഹാനെ എന്ത് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് കൊടുത്താൽ കാലങ്ങൾക്കപ്പുറത്ത് നിങ്ങളെയും കാത്തൊരു സക്സസ് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത്. എന്ത് ചെയ്തു തുടങ്ങാനും നിങ്ങൾക്ക് മടിയാണ്. വെറും 14 ദിവസം കൊണ്ട് നിങ്ങളുടെ മടിയെ മറികടന്ന് നിങ്ങളുടെ ഗോൾസിൽ ഫോക്കസ് ചെയ്യാൻ ഞാൻ നിങ്ങളെ പേഴ്സണലി ട്രെയിനിങ് ചെയ്യാം. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. എക്സാക്ട് പ്ലാൻ വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ പ്ലാൻ എന്ന് കമന്റ് ചെയ്തു. വിത്തിൻ 5 സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ മടിയെ മറികടക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഹാവ് എ നൈസ് ഡേ.